പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യൂസിലാൻഡിൽ നിന്ന് വന്നതിന് ശേഷം ഇപ്പോഴാണ് ഒരു യാത്രയ്ക്ക് അവസരം ഒരുങ്ങിയത്. ഇതൊരു സ്വപ്നയാത്രയാണ് കേട്ടോ. വിസ്മയിപ്പിക്കുന്ന ഭൂപ്രകൃതിയിലൂടെ സ്വപ്നം പോലെ ഒരു യാത്ര, ലേ ലഡാക്ക്. നമുക്ക് യാത്രാവിശേഷങ്ങളിലേക്ക് കടക്കാം. നെസ്റ്റ ടൂർസ് ആൻഡ് ട്രാവൽസ് ആണ് ഞങ്ങളെ ലേ ലഡാക്കിൽ എത്തിക്കുന്നത്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് മുംബൈ, അവിടെ നിന്ന് ശ്രീനഗർ. ശ്രീനഗറിൽ നിന്ന് പിറ്റേന്ന് രാവിലെയാണ് ഞങ്ങൾ ലേയിലേക്ക് പുറപ്പെടുന്നത്. നെടുമ്പാശ്ശേരിയിൽ ഞങ്ങളെ യാത്രയയക്കാൻ നെസ്റ്റയുടെ മുഹമ്മദ് ബിലാൽ സാർ എത്തിയിരുന്നു. ടൂറിനെ സംബന്ധിക്കുന്ന പ്രധാന കാര്യങ്ങളെല്ലാം അദ്ദേഹം ഞങ്ങളോട് വിശദീകരിച്ചു. ഇവിടെ നിന്ന് പുറപ്പെടുന്നത് മുതൽ തിരികെ വിമാനം കയറ്റിവിടുന്നതുവരെ നെസ്റ്റയുടെ പ്രതിനിധി അർഷക് ഞങ്ങളുടെ കൂടെ ഉണ്ടാകും. ഞങ്ങൾ 12 പേരാണ്. അതിൽ തന്നെ 7 പേർ കുടുംബ സുഹൃത്തുക്കൾ. 5:30 തന്നെ ഞങ്ങൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെട്ടു. മുംബൈയിൽ കുറേ അധികം താമസമുണ്ടായിരുന്നു. എയർപോർട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ചുറ്റി നടന്നു. വിമാനം പൊങ്ങുന്നതും താഴുന്നതും വ്യക്തമായി കാണാൻ പറ്റുന്ന സ്ഥലത്താണ് ഞങ്ങൾ ഇരുന്നത്. വിമാനത്തെ ചെറുവണ്ടികൾ പുറകിലേക്ക് തള്ളിക്കൊണ്ടു പോകുന്ന കാഴ്ച എനിക്ക് പുതിയതായിരുന്നു. വിമാനത്തിന് സ്വയം പുറകിലേക്ക് പോകാനാവില്ല. അങ്ങനെ ഒരു സംവിധാനം വിമാനത്തിനില്ല. മുംബൈയിൽ നിന്ന് ഏകദേശം 2.5 മണിക്കൂറുണ്ട് ശ്രീനഗറിലെത്താൻ. ലേ ലഡാക്ക് സ്വപ്നം കണ്ട് ഏകദേശം 5 മണിയോടെ ഞങ്ങൾ ശ്രീനഗറിലേക്ക് ഇറങ്ങി. ശ്രീനഗറിൽ ഞങ്ങളുടെ ഗൈഡ് കാത്തു നിൽക്കുന്നുണ്ട്, ജാവേദ് ഭായ്. ഇംഗ്ലീഷിലും ഹിന്ദിയിലുമൊക്കെ അദ്ദേഹം നന്നായി സംസാരിക്കും. ഡാൽ തടാകം സന്ദർശിച്ച ശേഷം റൂമിലേക്ക് പോകാം എന്ന് അർഷു പറഞ്ഞു. ഇതിനു മുമ്പ് കാശ്മീർ സന്ദർശിച്ചപ്പോൾ ഡാൽ തടാകത്തിലൂടെ സഞ്ചരിച്ചത് ഞാൻ ഓർത്തു. ശ്രീനഗറിലെ ഒരു പ്രധാന തടാകമാണിത്. 18 ചതുരശ്ര കിലോമീറ്റർ അതങ്ങനെ പരന്നു കിടക്കുന്നു. മഞ്ഞുകാലത്ത് ഈ തടാകം മുഴുവൻ മരവിച്ച് മഞ്ഞു മൂടി കിടക്കും. ജമ്മു കാശ്മീർ ഭരണകൂടത്തിൻ്റെ വേനൽക്കാല വസതി കൂടിയാണിത്. മഞ്ഞിൽ പുതഞ്ഞു കിടക്കുന്ന മലനിരകൾ, അതിന് താഴെ കണ്ണീരോളം തെളിവാർന്ന വെള്ളം, കൊതുമ്പ് വള്ളങ്ങളും സഞ്ചാരികളും. ശ്രീനഗറിൻ്റെ രത്നം എന്നാണ് സഞ്ചാരികൾ ഡാൽ തടാകത്തെ വിളിക്കുന്നത്. ശാന്തമായ തടാകവും ഒഴുകി നടക്കുന്ന കച്ചവടക്കാരും വെളിച്ചത്തിൻ്റെ അകമ്പടിയോടെ വീണ്ടും കൺമുമ്പിൽ. എത്ര കണ്ടാലും മതി വരാത്ത ഡാൽ തടാകം കൂടെയുള്ളവർക്കൊക്കെ ആദ്യത്തെ കാഴ്ചയായിരുന്നു.
രാത്രിയാകുന്നതിന് മുമ്പ് ഞങ്ങൾ ഹോട്ടൽ മുറിയിലെത്തി. തടാകത്തിനരികെയുള്ള ഡി വില്ലയിലാണ് ഇന്നത്തെ ഞങ്ങളുടെ താമസം. നല്ല ഹോട്ടൽ, ആഹാരം, താമസ സൗകര്യം ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ആഹാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം കിടന്നു. നാളെ യാത്ര തുടങ്ങുകയാണ് ലേ ലഡാക്കിലേക്ക്. നല്ല വിശ്രമം വേണം.